പല ദാമ്പത്യ ബന്ധങ്ങളും തകർക്കുന്ന ഒരു വികാരമാണ് ഈ ലൈംഗിക അസൂയ. ഇന്ന് കോടതികളിൽ വരുന്ന ഒട്ടുമിക്ക ഡിവോഴ്സ് കേസുകളുടെയും പിന്നിലുള്ള ഒരു പ്രധാന കാരണവും ഈ ലൈംഗിക അസൂയ തന്നെയാണ്. പങ്കാളികൾ അന്യ വ്യക്തികളുമായിട്ട് നടത്തിയ വാട്സാപ്പ് ചാറ്റും ഫേസ്ബുക്ക് മെസ്സേജസും ഫോൺ സംഭാഷണവും ഒക്കെയാണ് ഇന്ന് ഒട്ടുമിക്ക ഡിവോഴ്സ് പെറ്റീഷനുകളുടെയും ഉള്ളടക്കം. സത്യത്തിൽ മലയാളികൾ ഇത്രയധികം ലൈംഗിക അസൂയ പിടിച്ചൊരു ജീവിയൊന്നും ആയിരുന്നില്ല ഒരു കാലത്ത്. ദാമ്പത്യ ബന്ധത്തിനുള്ളിൽ വളരെയധികം ലൈംഗിക സ്വാതന്ത്ര്യം നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഒട്ടുമിക്ക മലയാളികളുടേതും. ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ വേർതിരിവുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ലൈംഗികത എങ്ങനെയാണ് ആ വ്യക്തി പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതിനുള്ള പൂർണ്ണ അനുവാദവും അവകാശവും ഒക്കെ ആ വ്യക്തിക്ക് നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു പുരാതന ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ നമുക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ ഒരു ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തു നിന്നും ലൈംഗിക അസൂയയുടെ ലോകത്തിലേക്ക് മലയാളി എത്തിയത്? ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് എഴുത്തുകാരിയും ഡൽഹിയിലെ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ മലയാളിയും മലബാറുകാരിയുമായ മാധവി മേനോനാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ എടുത്തതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം നൽകുന്ന സമൂഹങ്ങളിൽ ലൈംഗിക അസൂയ താരതമ്യേന കുറവായിരിക്കും എന്നാണ് ലോകമെമ്പാടും നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ലൈംഗികതയിൽ ഗവേഷണം നടത്തുന്ന അമേരിക്കയിലെ പ്രസിദ്ധമായ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഡിലൻ സെൽട്ടർമാനും വിവോക്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതേ കാര്യം തന്നെ പറയുകയുണ്ടായി. ഈ അടുത്ത കാലം വരെ കേരളവും സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം നൽകിയിരുന്ന ഒരു സമൂഹമായിരുന്നു. കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഇടയിലും ഈഴവ സമുദായത്തിൻ്റെ ഇടയിലും ഒക്കെ സ്ത്രീകൾക്കായിരുന്നു പിന്തുടർച്ച അവകാശം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതി കേരള നിയമസഭ നിയമം മൂലം ഇല്ലാതാക്കിയത് 1975-ലാണ്. ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക പുരുഷ മേധാവിത്വ സമൂഹങ്ങളിലും ഏറ്റവും അധികം നിയന്ത്രിക്കപ്പെടുന്നത് സ്ത്രീകളുടെ ലൈംഗിക സ്വാതന്ത്ര്യമാണ്. കാരണം ഒരു പുരുഷന് അവൻ്റെ കാലശേഷം അവൻ്റെ വസ്തുവകകൾ അവൻ്റെ മകന് തന്നെ കിട്ടണമെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചേ പറ്റൂ. കാരണം അമ്മ ചൂണ്ടിക്കാണിക്കുന്നതാരോ അതാണ് മക്കൾക്കച്ഛൻ. ഈ ഒരു പ്രശ്നം സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം നൽകിയിരുന്ന സമൂഹങ്ങളിൽ താരതമ്യേന കുറവായിരുന്നു. കാരണം അവിടെ വസ്തുക്കളുടെ അവകാശം ഒരു പുരുഷനാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീയുടെ ലൈംഗികതയും ലൈംഗിക സ്വാതന്ത്ര്യവും ഒക്കെ പുരുഷന്മാർക്ക് നിയന്ത്രിക്കുന്നതിൽ വ്യക്തമായ പരിമിതികളുണ്ടായിരുന്നു. ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ സംബന്ധം. ഈ സംബന്ധം എപ്പോഴും നടന്നിരുന്നത് ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ചായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ബന്ധത്തിൻ്റെ ഗതിയും ഭാവിയും ഒക്കെ നിശ്ചയിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവോ കാമുകനോ ബോയ്ഫ്രണ്ടോ ഒക്കെ വന്നിരുന്നത് ആ സ്ത്രീക്ക് അവകാശമുള്ള വീട്ടിലായിരുന്നു. അതായത് ആ സ്ത്രീയുടെ അനുവാദത്തോടു കൂടെ. ഈ സംബന്ധത്തിൻ്റെ ദൈർഘ്യം നിശ്ചയിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വളരെയധികം കേൾക്കുന്ന പദമായ കൺസെൻറ്റിന്, സമ്മതത്തിന് ഈ സംബന്ധത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുകൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒരു സ്ത്രീക്ക് അത് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാനും എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരുമായിട്ടും അല്ലെങ്കിൽ ഒരേ സമയം പല പുരുഷന്മാരുമായിട്ടുമൊക്കെ വേണമെങ്കിൽ ബന്ധം സ്ഥാപിക്കുവാനുമൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. സംബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. കാരണം സ്വത്തുവകകളുടെ അവകാശികൾ അവരായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഒരു പുരുഷനെ വേണമെങ്കിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പുരുഷനുമായിട്ട് ഒരു കരാറുണ്ടാക്കി പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു പുരുഷനുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനൊന്നും നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഒരു ഡിവോഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. നായർ സമുദായം കേരളത്തിലെ തന്നെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമുദായമാണ് എന്ന് പറയുമ്പോൾ പോലും ആ സമുദായത്തിൽ പുരോഗമന തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവ് സംബന്ധം തന്നെയാണ് എന്നാണ് പ്രൊഫസർ മാധവി പറഞ്ഞത്. നായർ സമുദായത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ മൂല്യം തീരുമാനിച്ചിരുന്നത് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഒരു സ്ത്രീയും പുരുഷനുമൊക്കെ ശിഷ്ടകാലം മുഴുവനും ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്ന ഒരു കല്യാണത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരുന്നില്ല. ആ ബന്ധം എങ്ങനെയായിരിക്കണമെന്നുള്ളതും അതിൻ്റെ മൂല്യവുമൊക്കെ തീരുമാനിച്ചിരുന്നത് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ മാത്രമായിരുന്നു. അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം ഇന്നുള്ളതുപോലെ സമൂഹത്തിന് നിയമത്തിനും ഒന്നും ഇല്ലായിരുന്നു.
തൻ്റെ സ്വന്തം പൂർവികരായ അങ്കിൾമാരും ആൻറ്റിമാരുമൊക്കെ പലപ്പോഴും കല്യാണം കഴിക്കാതെ മറ്റുള്ള പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും ഒക്കെയായിരുന്നു താമസിച്ചിരുന്നത്. ഒരേ സമയം പല ബന്ധങ്ങളും ഉണ്ടായിരുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബന്ധത്തെ ആരും തന്നെ ചോദ്യം ചെയ്യുകയോ ആഭാസമാണെന്ന് പറയുകയോ സദാചാര വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇന്ന് നമ്മൾ ലൈംഗിക അരാജകത്വമായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാവുന്ന ഈ ബന്ധങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പേരും ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം ഈ ബന്ധങ്ങളൊക്കെ ലൈംഗിക അരാജകത്വവും അശ്ലീലവുമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട് തുടങ്ങിയത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. കാരണം ബ്രിട്ടീഷുകാരൻ വന്ന യൂറോപ്പിലെ ക്രിസ്ത്യൻ സദാചാര സംസ്കാരം പഠിപ്പിച്ചിരുന്നത് പുരുഷ മേധാവിത്വ സമൂഹം ദൈവകൽപ്പനയാണെന്നും ഒരു സ്ത്രീ പുരുഷന്റെ സർവ്വ അധികാരമുള്ള വസ്തുവാണെന്നും കല്യാണം മാത്രമാണ് ശരിയായ ഏകബന്ധമെന്നും സന്താനോൽപാദനം ഒഴികെയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപവും അശ്ലീലവുമാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളായിരുന്നു. ബാക്കിയുള്ളവന്റെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കി അവൻ എന്താണ് ചെയ്തിരുന്നതെന്ന് വൈദികരെ അറിയിക്കാൻ നിഷ്കർഷിച്ചിരുന്ന ഒരു സംസ്കാരം കൂടിയായിരുന്നു പുരാതന യൂറോപ്പിൻ്റേത്. ഈ ഒരു സദാചാര സംസ്കാരമാണ് ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ നിയമങ്ങളിലൂടെയും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഒരു പകർച്ചവ്യാധി പോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് മാറിയത്. സ്ത്രീകൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യവും വസ്തുക്കളുടെ മേൽ അവകാശവും ഒക്കെ നൽകുന്ന ഗന്ധർവ വിവാഹവും അസുര വിവാഹവും ഉൾപ്പെടെ 8 വിവിധ തരത്തിലുള്ള കല്യാണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കല്യാണം മാത്രമാണ് ശരിയായ ഏകബന്ധം എന്നുള്ള നിയമം വന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമായ സ്ത്രീധനം, ഇത് പുരാതന ഭാരതത്തിൽ സ്ത്രീക്ക് മാത്രം അർഹപ്പെട്ട ധനമായിരുന്നു. അല്ലാതെ ഇത് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെ ഭാര്യ വീട്ടുകാർ മകളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനും ഒക്കെ നൽകുന്ന കോഴയായിട്ട് മാറിയത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ട് ഉള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിയമത്തിന് ആളുകളുടെ ബെഡ്റൂമിനുള്ളിൽ സ്ഥാനമില്ല. ലൈംഗികത ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്നും അത് അവരുടെ മാനസിക ആരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്ന ഒരു സംസ്കാരം ആയിരുന്നു പുരാതന ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ. ഒരു വ്യക്തിയുടെ ലൈംഗികതയ്ക്കും മറ്റു മേഖലകൾ പോലെ, അതായത് ഭക്ഷണം കഴിക്കുന്നത് പോലെയോ മാർക്കറ്റിൽ പോകുന്നത് പോലെയോ പുസ്തകം വായിക്കുന്നത് പോലെയോ ഒക്കെ ഉള്ള ഒരു പ്രസക്തി നൽകുകയാണെങ്കിൽ ഈ ലൈംഗിക അസൂയയ്ക്ക് കുറവ് സംഭവിക്കും എന്നാണ് പ്രൊഫസർ മാധവി പറഞ്ഞത്.